എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സാധനത്തിന് എന്താ പറയുക, സ്റ്റാർ ഫ്രൂട്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഏകദേശം നമ്മുടെ ഇരുമ്പമ്പുളിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. പഴുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു അമ്പഴങ്ങയുടെയൊക്കെ ടേസ്റ്റാണെന്ന് തോന്നുന്നു ഇതിന്. അങ്ങനത്തെ ഒരു ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ്. നമുക്ക് ഇത് സുലഭമായിട്ട് കിട്ടും, പക്ഷെ നമ്മളധികം വില കൊടുക്കാത്തൊരു ഫ്രൂട്ടാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി നോക്കി. ഇതിൻ്റെ യെല്ലോ കളറാണെങ്കിൽ നല്ല യെല്ലോ കളറായിരിക്കും ജ്യൂസിന്. ഇതിനിപ്പോൾ അത്ര യെല്ലോ കളർ ഇല്ലാത്തതുകൊണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളറൊക്കെ ആയിരിക്കും അടിക്കുമ്പോൾ. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചു നോക്കാം കേട്ടോ. ഇതിപ്പോൾ 3 എണ്ണം ഉണ്ട് കേട്ടോ. ഞാനിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിന് സ്റ്റാറിൻ്റെ ഷേപ്പായിരിക്കും നമ്മളിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഷേപ്പാണ് ഇതിനുള്ളത്. സ്റ്റാറിൻ്റെയൊക്കെ ഒരു ഷേപ്പാണുള്ളത്. അതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പേര് വന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് അടിച്ച് നോക്കാം. നാരങ്ങ നീര് ചേർക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാൻ ജസ്റ്റ് ഇതും കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ച് നോക്കിയിട്ട് റിസൾട്ട് പറയാട്ടോ. ഇത് കിട്ടുകയാണെങ്കിൽ കളയരുത്, കാരണം ഇതിൽ ഒരുപാട് ഫൈബേഴ്സും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ നമുക്കിത് അച്ചാറിടാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ നല്ല പഴുത്തതാണെങ്കിൽ നമുക്ക് ജാം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കുറേ റെസിപ്പി ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നമുക്കിന്ന് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ കിഡ്നി പ്രോബ്ലം ഉള്ളവർ ഒക്കെ ഇത് ഒഴിവാക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിതിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചു നോക്കട്ടെ കേട്ടോ. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിതിൽ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇഷ്ടമാതിരി വെള്ളം ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ അരച്ചപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. അരിച്ചെടുത്തിട്ട് കാണിച്ചു തരേ. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഇതിൻ്റെ കളർ വന്നിട്ടുള്ളത്. ഞാൻ 3 പുളി, അതായത് സ്റ്റാർ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളം ചേർത്തിട്ടില്ല, അതിൻ്റെ ജ്യൂസ് തന്നെയാണ് കൂടുതലും. അപ്പോൾ ഇത്രയും ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ പുളിയുടെ 2 പീസ് ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുടിച്ച് നോക്കിയിരുന്നു, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഇനിയിപ്പോൾ ചൂടുകാലമാണല്ലോ വരുന്ന സമയത്തൊക്കെ ഇത് സുലഭമായിട്ട് നമുക്ക് കിട്ടും. ഇത് നമുക്ക് കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് തന്നെയാണിത്. നല്ല പോലെ പഴുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ജ്യൂസിന് യെല്ലോ കളറായിരിക്കും, പച്ചയ്ക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രീൻ കളറായിരിക്കും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.